بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ഗസാലി ഇമാമിനെ കുറിച്ച് വളരെ ഗഹനമായ ഒരു ചർച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ബുദ്ധിയെല്ലാം പൂർണ്ണമായും ഗസാലി ഇമാമിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരവിപ്പിലെത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു സെഷൻ അല്ലെങ്കിൽ ഷറഹുൽ അഖായിദ് എന്ന് പറയുന്ന മുസ്ലിം തിയോളജിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ദൈവശാസ്ത്ര കൃതികളിൽ പ്രബലമായ ഒരു കൃതിയെ ചർച്ച ചെയ്യാൻ മാത്രം നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് തീരുമാനിക്കേണ്ടത്. അതൊന്ന് റീഫ്രഷ് ആവണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഷറഹുൽ അഖായിദ് ബഹുമാനപ്പെട്ട ഉമർ നസഫി തങ്ങളുടെ അൽ അഖായിദ് നസഫിയ എന്നുള്ള ഗ്രന്ഥത്തിന് മസ്ഊദ് ബിൻ ഉമർ അത്തഫ്താസാനി ഇമാം സഅദുദ്ദീൻ അത്തഫ്താസാനി ഇമാമിൻ്റെ ഷറഹാണ് നമ്മൾ ഷറഹുൽ അഖായിദ് നസഫിയ എന്നുള്ള പേരിൽ പൊതുവെ പരിചയിച്ചു വരാറ്. മുസ്ലിം ലോകത്ത് മിക്ക മദ്രസകളിലും മിക്ക വിദ്യാലയങ്ങളിലും തിയോളജി പഠിക്കാൻ അതല്ലെങ്കിൽ ഇൽമുൽ കലാം പഠിക്കാൻ ഏറ്റവും കൂടുതൽ അവലംബിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ഈ ഷറഹുൽ അഖായിദ്. അടുത്ത കാലം വരെ അൽ അസ്ഹറിൽ പോലും ഉണ്ടായിരുന്നത് ഷറഹുൽ അഖായിദായിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് വരികയും മനുഷ്യൻ ബുദ്ധിയിൽ അല്പം കുറവുകളൊക്കെ വരികയും ചെയ്തപ്പോൾ അത് മാറ്റിയിട്ട് ഗസാലി ഇമാമിൻ്റെ ഇഖ്തിസാദുൽ ഇഅ്തിഖാദ് പോലെയുള്ള കൂടുതൽ സുഖകരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സിലബസിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഷറഹുൽ അഖായിദ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, അത് പഴയ ഇൽമുൽ കലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുതിയ കാലത്ത് പ്രസക്തിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ പഴയ ആ ഹയൂല, സൂറ, ജൗഹറുൽ ഫർദ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ അല്ലെങ്കിൽ റുഹിയത്തുള്ള തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പഴഞ്ചൻ ഗ്രന്ഥമായിട്ട് പൊതുവെ പലരും തള്ളിക്കളയാറുണ്ട്. എന്നാൽ ഉമർ സഅദുദ്ദീൻ തഫ്താസാനി ഇമാം ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ ആദ്യം എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് വിവരിച്ചുകൊണ്ടാണ്. ആദ്യം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഇൽമിയായ ശർഈയായിട്ടുള്ള അഹ്കാമുകളുടെയും അതുപോലെ തന്നെ അഖായിദുകളുടെയും എല്ലാം അടിസ്ഥാനമായിട്ട് എണ്ണുന്നത് ഫൈന മബ്ന അശ്ശറാഇ വഅസാസ ഖവാഇദി അഖായിദിൽ ഇസ്ലാം ഹുവ അൽ ഇൽമു ബിത്തൗഹീദ് വസ്സിഫാത്ത്. അത് അൽ ഇൽമുൽ കലാം അൽ മൗസൂം ബിൽ ഇൽമുൽ കലാം, ഇൽമുൽ കലാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇൽമു തൗഹീദ് വസ്സിഫാത്ത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം. കാരണം അള്ളാഹു ഉണ്ട് എന്ന് അറിയുകയാണ് ഇൽമുൽ കലാമിൻ്റെ ലക്ഷ്യം. അള്ളാഹു ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു അതുപോലെ തന്നെ അള്ളാഹു അയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു, എന്ത് ചെയ്യണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്നുള്ളത് പോലെ എന്തുകൊണ്ടാണ് ഇൽമുൽ കലാം എന്നുള്ളൊരു ശാഖ മുസ്ലിം ലോകത്ത് വികസിച്ചു വന്നത് എന്നതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് സഹാബികളും അതുപോലെ താബീങ്ങളും അവരുടെ കാലത്ത് ഒരിക്കലും തന്നെ ഇൽമുൽ കലാം പോലെയുള്ള ഒരു ശാസ്ത്രം വികസിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവർ നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അതുപോലെ തന്നെ ഒപ്പം കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്ത് പ്രശ്നമുണ്ടാവുകയാണെങ്കിലും നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം ആരായുകയും കാര്യങ്ങൾക്ക് പ്രതിവിധികൾ ലഭിക്കുകയും ചെയ്യും. ഇൽമുൽ കലാമോ ഫിഖ്ഹിൻ്റെയും ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് സഹാബികളും അതുപോലെ തന്നെ താബികളും വിവിധ നാടുകളിലേക്ക് നീങ്ങുകയും അവിടങ്ങളിൽ പുതിയ പുതിയ പ്രശ്നങ്ങളിലൂടെ ഉടലെടുക്കുകയും ചെയ്തപ്പോൾ പുതിയ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിവിധികൾ കണ്ടെത്താം, അതിനുള്ള പുതിയ പരിഹാരങ്ങൾ നമുക്ക് എങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ് പിന്നീട് ഇൽമുൽ കലാമിലേക്കും
ഫിഖ്ഹിലേക്കുമെല്ലാം എന്ത് ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തെ നയിക്കുന്നത്. അപ്പോൾ ഇൽമുൽ കലാമിന് ആദ്യകാലത്ത് നമ്മുടെ ഒരുപാട് ഉലമാക്കൾ ഷാഫി ഇമാമിനെ പോലെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നത് പൊതുവെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ആദ്യമേ തന്നെ ശറഉൽ അഖായിദ് ആരംഭിക്കുന്നത്. ഈ വിഷയം ഗസാലി ഇമാം ഇഖ്തിസാദുൽ ഇഅ്തിഖാദിലും അതുപോലെ തന്നെ തഹാഫുൽ ഫലാസിഫയിലും എല്ലാം വിശദീകരിച്ച് പറയുന്നു. അതുപോലെ മുൻതഖിദ് ബിൻ അദ്ദലാലിലുമെല്ലാം അവര് എന്ത് ചെയ്യാം, മുസ്ലിം ലോകത്തേക്ക് പുതിയ അവരുടെ ചിന്താഗതികളുമായി വരുന്ന സമയത്ത് അത് കേട്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പൊതുജനം അവയിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ അത്തരം വിശ്വാസങ്ങളിലേക്ക്, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ റദ്ദു ശുബ്ഹാത്ത് അല്ലെങ്കിൽ പൊതുവെയുള്ള പ്രശ്നങ്ങൾക്കുള്ള മറുപടികൾ എന്നുള്ള രീതിയിൽ അവർക്ക് പ്രതിവിധികൾ കാണേണ്ടത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് അദ്ദേഹം പോകുന്നത് കലാം എന്നുള്ളതിൻ്റെ എറ്റിമോളജിയിലേക്കാണ്. വിവിധ തിയറികൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഖുർആൻ അല്ലെങ്കിൽ നമ്മുടെ കലാമുല്ലാഹി, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായിട്ടും മുഅ്തസിലികളുമായിട്ടും മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് കലാം എന്നുള്ള പേരുണ്ടാവുന്നത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ മറ്റൊരുപാട് അൽ കലാമു ഫി ഹാദ എന്നുള്ളതായിരുന്നു പണ്ടത്തെ അരിസ്റ്റോട്ടിലിൻ്റെയും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന തത്വചിന്തകരുടെ എല്ലാം ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ പൊതുവെ ഉപയോഗിച്ചിരുന്നത് അൽ കലാമു ഫി ഹാദ, അൽ കലാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് പിന്നെ അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് മുഅ്തസിലികളുടെ ഉത്ഭവത്തിലേക്കാണ്. ഹസനുൽ ബസ്രി തങ്ങളുടെ ദർസിലുണ്ടായിരുന്ന വാസിൽ ഇബ്നു അത്താ എന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ 3 കബീറത്ത് ചെയ്യുകയാണെങ്കിൽ, വൻകുറ്റം ചെയ്യുകയാണെങ്കിൽ അയാളുടെ വിധി എന്തായിരിക്കും, അയാൾ ഇസ്ലാമിൽ തന്നെ പുറത്താണോ അതല്ല ഇസ്ലാമിനകത്താണോ എന്നുള്ള ചോദ്യം വന്ന സമയത്ത് ഉസ്താദിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഈ വാസിൽ ഇബ്നു അത്താ അദ്ദേഹം എന്തായിരിക്കും, മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈൻ, രണ്ടിൻ്റെയും ഇടയിലായിരിക്കും, മുഅ്മിനും ആവൂല കാഫിറും ആവൂല എന്നുള്ള ഒരു മറുപടി നൽകിയ സമയത്ത് അദ്ദേഹത്തോട് എഴുത്തസിലാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് തൽക്കാലം നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് മുഅ്തസിലികൾ എന്ത് ചെയ്യുന്നത്, രംഗത്ത് വരുന്നത് എന്നുള്ള അവരുടെ ഉത്ഭവത്തെക്കുറിച്ചും. അപ്പോൾ ഇൽമുൽ കലാമിൻ്റെ ചരിത്രത്തെക്കാണ് എന്ത് ചെയ്യുന്നത് തഫ്താസാനി ഇമാം അതിലൂടെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് അശ്അരി ഇമാമിൻ്റെ ആഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അശ്അരി ഇമാം ഈ വാസിൽ ഇബ്നു അത്താഇൻ്റെയും അംർ ഇബ്നു ഉബൈദിനെ പോലെയുള്ള, പിന്നീട് ജാഹിദിനൊക്കെ പോലെയുള്ള നിരവധി, നദ്ലാമിനെ പോലെയുള്ള നിരവധി മുഅ്തസിലികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും തങ്ങളുടെ ബലാഗ അതുപോലെ തന്നെ മന്തിഖ് തുടങ്ങിയിട്ടുള്ളതിലുള്ള അവരുടെ പ്രാവീണ്യം ഉപയോഗിച്ച് ഇത്തരം വിശ്വാസങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുകയും ഒക്കെ ചെയ്ത സമയത്ത് അതിനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം അഹ്ലുൽ സുന്നയുടെ പക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്ന് അവരറിയപ്പെട്ടിരുന്നത് അഹ്ലുൽ ഹദീസ് എന്നുള്ള പേരിലായിരുന്നു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള ആളുകളൊക്കെ, സുഫിയാൻ തൗരി, സുഫിയാൻ ഇബ്നു ഉയൈന, ഷാഫി ഇമാം ഇവരൊക്കെ വരുന്നത്, അവരുടെ പക്ഷത്ത് നിന്ന് അതുപോലെ ഒരാൾ വരാൻ ഒരുപാട് കാലം പിടിക്കുകയാണ്. അങ്ങനെ അശ്അരി ഇമാമിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ജുബായി എന്നുള്ള പണ്ഡിതൻ, മുഅ്തസിലിയായ പണ്ഡിതനാണ്. അപ്പോൾ അശ്അരി ഇമാം 40 വർഷം എന്തായിരുന്നു, മുഅ്തസിലിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ 3 സഹോദരങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ജുബായി എന്നുള്ള ഈ ഉസ്താദിന് ഉത്തരം മുട്ടുകയും അങ്ങനെ ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടി അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന അശ്അരി ഇമാമിൻ്റെ വരവോടുകൂടിയാണ് പിന്നീട് അശ്അരിസം അല്ലെങ്കിൽ അശ്അരി മദ്ഹബ്, അഹ്ലുസുന്നയുടെ ഈ മദ്ഹബ് കൂടുതൽ പ്രചാരം നേടുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് അഹ്ലുസുന്നക്ക് അതോടുകൂടി എന്ത് ചെയ്തതാണ് മേൽക്കൈ ലഭിക്കുകയും പിന്നീട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ദീർഘകാലം ഈ വിശ്വാസങ്ങളെ, മുഅ്തസിലി വിശ്വാസങ്ങളെ പ്രതിരോധിക്കുന്നതിൽ മുഴുകുകയും ചെയ്തു. അടുത്തതായി ഗ്രീക്ക് ഫിലോസഫി, ഗ്രീക്ക് തത്വചിന്ത, യവന തത്വചിന്ത മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്ന് പ്രധാനമായും കടന്നു വന്നത് ത്വബീഇയ്യാത്ത്, ഫിസിക്സ്, അതുപോലെ ഇലാഹിയാത്ത്, മെറ്റാഫിസിക്സ്, അതുപോലെ പിന്നെ റിയാദിയാത്ത്, മാത്തമാറ്റിക്സ് ആൻഡ് ജിയോമെട്രി. ഈ 3 ഇനങ്ങളാണ് മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്നത്. ഇവ മുസ്ലിം ലോകത്തേക്ക് കടന്നു വരികയും ഫിലോസഫേഴ്സിൻ്റെ അല്ലെങ്കിൽ തത്വചിന്തകരുടെ വിശ്വാസങ്ങൾ മുസ്ലിം ലോകത്ത് പ്രചാരം നേടുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങളിലുള്ള ഒരുപാട് തത്വചിന്തകന്മാർ, മുത്തകല്ലിമീൻ എന്നറിയപ്പെടുന്ന ഇവർ ഇതിനെല്ലാം മറുപടി നൽകാൻ വേണ്ടി അവരുടെ വാദങ്ങളെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. അങ്ങനെ ഈ ഇൽമുൽ കലാം എന്നുള്ളത് പിന്നീട്
ഫൽസഫയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും വേറിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധം എന്ത് ചെയ്തു, ഒന്നായി വീക്ഷിക്കപ്പെടുകയുണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുദാഹരണമായിട്ട് ആമുദ്ദീൻ ഇമാമിൻ്റെയും അതുപോലെ തന്നെ റാസി ഇമാമിൻ്റെയും ഒക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ കലാമിനെ എതിർത്തിട്ടുള്ള പണ്ഡിതന്മാർ നമ്മളിൽ തന്നെ നവവി ഇമാം, ഇബ്നു സലാഹിനെ പോലെയുള്ള പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് നമ്മുടെ ഇസ്തിഹ്സാനുൽ ഖൗലി ഫീ ഇൽമിൽ കലാം എന്ന് പറഞ്ഞിട്ട് അശ്അരി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അങ്ങനെ രചിച്ചിട്ടുണ്ട്. അതുപോലെ ജുവൈനി ഇമാം, അസ്സലി ഇമാം തന്നെ ഇൽമുൽ കലാമിനെ സലഫ് പണ്ട് കാലത്തുള്ള നമ്മുടെ പണ്ഡിതന്മാർ അതിനെ എന്ത് ചെയ്യാൻ കാരണം, നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം അതിലടങ്ങിയിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങൾ കാരണമാണ്. അതല്ലാതെ ഇൽമുൽ കലാം അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മൾ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇൽജാമുൽ അവാമിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പൊതുജനം ഒരിക്കലും തന്നെ ഇത്തരം വിശ്വാസങ്ങളിലേക്ക് ആകൃഷ്ടരാകുകയല്ല വേണ്ടത്. അവർ നേരിട്ട് എന്ത് ചെയ്യാണ് സ്വീകരിക്കേണ്ടത്, അഖീദയെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇനി എന്താണ് ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ, പൊതുവെ തത്വചിന്തകം അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് അവർ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ ലോകത്തുള്ള ഓരോ ഫിനോമിന, ഓരോ പ്രതിഭാസങ്ങൾ അവയെ ചർച്ചക്കെടുക്കുകയും അതിനെ പരിശോധിക്കുകയും ചെയ്തിട്ട് തങ്ങളുടേതായ നിരീക്ഷണങ്ങളിലേക്ക് എത്തും. അതിൽ ചില ഫിലോസഫേഴ്സ് ഈ ലോകത്തിന് സൃഷ്ടാവിൻ്റെ തന്നെ ആവശ്യമില്ല എന്നുള്ള തലത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അത്തരം ആളുകളാണ് അരിസ്റ്റോട്ടലിനെ പോലെയും പ്ലാറ്റോയെ പോലെയുമുള്ള ആളുകളൊക്കെ. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല, ഈ ലോകം സൃഷ്ടാവിൻ്റെ സൃഷ്ടിയല്ല, പിന്നെ ആ സൃഷ്ടാവിൽ നിന്ന് നേരിട്ട്, ക്രിയേറ്ററിൽ നിന്ന് നേരിട്ട് ഫയലായിട്ട് അതല്ലെങ്കിൽ ഇമനേഷൻ എന്നുള്ള രീതിയിൽ വന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇതിനുള്ള മറുപടിയായിട്ടാണ് അടുത്തതായിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് പറയുന്നത്, അൽ-ഇസ്തിദ്ലാൽ ബി വുജൂദിൽ മുഹ്ദസാത്തി അലാ വുജൂദി സ്വാനിഇ എന്നുള്ളതാണ് കലാമിൻ്റെ അടിസ്ഥാനം. മുഹ്ദസാത്തായ കാര്യങ്ങൾ, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവയെ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമുണ്ട്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണ് ഹഖായിഖുൽ അശ്യാഇ സാബിതത്തുൻ എന്നുള്ള ആദ്യ വാദത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തെളിയിക്കുകയാണ് ഇൽമുൽ കലാമിൻ്റെ ലക്ഷ്യം. ആ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തെളിയിക്കണമെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഇവിടെയുണ്ട് എന്ന് നമ്മൾ ആദ്യം തെളിയിക്കണം. എങ്കിലേ ഒരു സൃഷ്ടാവ് അവയെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹഖായിഖുൽ അശ്യാഇ സാബിതത്തുൻ വൽ ഇൽമു ബിഹാ മുതഹഖിഖുൻ എന്നതാണ് അടുത്തതായി അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ വൽ ഇൽമു ബിഹാ മുതഹഖിഖുൻ എന്നതിന് ശേഷം തഫ്താസാനി ഇമാം പറയുന്നുണ്ട്, ഖിലാഫൽ സൂഫസ്തായിയ, സോഫിസ്റ്റുകൾക്ക് വിരുദ്ധമായി. സോഫിസ്റ്റുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ഫിലോസഫിയിൽ കടന്നു വന്നിട്ടുള്ള, ഗ്രീക്ക് ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ്. അവരുടെ നേതാവായിട്ട് പ്രോട്ടഗോറസിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രോട്ടഗോറസ് ഓഫ് അബ്ദറ. അദ്ദേഹം പറയുന്നത്, മാൻ ഈസ് ദി മെഷർ ഓഫ് ഓൾ തിങ്സ്, ഓഫ് ദി തിങ്സ് ദാറ്റ് ആർ ദാറ്റ് ദേ ആർ, ആൻഡ് ഓഫ് ദി തിങ്സ് ദാറ്റ് ദേ ആർ നോട്ട് ദാറ്റ് ദേ ആർ നോട്ട്. ഇവിടെ വസ്തുക്കൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ വസ്തുക്കൾ ഉണ്ട് എന്ന് പറയാനുള്ള മാനദണ്ഡം അതും മനുഷ്യനാണ്. ഇവിടെ ഇനി ഒരു വസ്തുക്കളും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ വസ്തുക്കൾ ഇല്ല എന്ന് പറയാനുള്ള മാനദണ്ഡവും മനുഷ്യൻ തന്നെയാണ്. മാൻ ഈസ് ദി മെഷർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അറിയപ്പെട്ട ഒരു കൊട്ടേഷനാണ്. മാൻ ഈസ് ദി മെഷർ ഓഫ് ഓൾ തിങ്സ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇതിനെ പ്ലാറ്റോയെ പോലെയുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഇവിടെ എന്തുണ്ടാവുന്നുണ്ടെങ്കിലും ശരി, അത് ഒരാൾക്കൊരു വസ്തു ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഒന്ന് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് അവന് തോന്നുക മാത്രമാണ്. അതല്ലാതെ ഒരിക്കലും തന്നെ അതിൻ്റെ മാനദണ്ഡം, അത് ശരിയാണെന്ന് തോന്നാനുള്ള മാനദണ്ഡം ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. ഒരു സബ്ജക്റ്റിവിസം, ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്കുള്ള വാദമാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ഏതൊരാൾക്കും താൻ വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാണെന്ന് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയം മറ്റൊരാൾ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്ന് വേറെ മറ്റൊരാൾക്ക് പറയാനുള്ള അവകാശവും ഇല്ല. ഇതിന് മറുപടി ഡെമോക്രിറ്റസ്, നമ്മളെ ആറ്റോമിക് തിയറിയുടെയൊക്കെ പ്രൊപ്പണൻ്റായിട്ട് പൊതുവെ അറിയപ്പെടുന്ന ഡെമോക്രിറ്റസ് ഒക്കെ ഇതിന് മറുപടി നൽകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വാദം സെൽഫ് റിഫ്യൂട്ടിംഗ് ആണ്. മറ്റിടത്ത് ഒരാൾക്ക് തോന്നുകയാണ് എല്ലാം എന്ത് ചെയ്യും, ഈ ഇവിടെയുള്ള വസ്തുക്കളെല്ലാം ഒരു മനുഷ്യന് തോന്നുകയാണ് എന്നുള്ളതും ഒരു തോന്നലാണ്.
അപ്പോൾ താങ്കളുടെ തോന്നൽ തെറ്റാണ് എന്ന് മറ്റൊരാൾക്ക് തോന്നിയാൽ അതും ആ ആളുടെ അഭിപ്രായ പ്രകാരം ശരിയാണ്. പ്രോട്ടഗോറസിൻ്റെ അഭിപ്രായം തെറ്റാണ് എന്ന് മറ്റൊരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതും ശരിയാണ് എന്നുള്ളത് പ്രോട്ടഗോറസ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. ഇത്തരം വിഭാഗങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം അവിടെ നൽകുന്നത്. ഈ ഒരു വിഭാഗം അവിടെ ഉണ്ടാവാനുള്ള കാരണം, ഗ്രീസിൽ ഇത്തരം ഒരു വിഭാഗം ഉടലെടുക്കാനുള്ള കാരണം മോറൽ റിലേറ്റിവിസത്തിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് അവർ ചിന്തിച്ചപ്പോഴാണ്. അപ്പോൾ സോഫിസ്റ്റുകൾക്കുള്ള മറുപടി അല്ലെങ്കിൽ സോഫിസ്റ്റുകൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടാണ് ആദ്യമേ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും, ആ കാര്യങ്ങൾ വസ്തുക്കൾക്ക് റിയാലിറ്റി ഉണ്ട്, ആ റിയാലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കിയാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും എന്നുള്ള ആദ്യ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഈ സോഫിസ്റ്റുകളുടെ ഇത്തരം വിശ്വാസം, സ്കെപ്റ്റിസിസം, ഇത് പിന്നീട് ഹ്യൂമനിസത്തിൻ്റെ കാലം അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിറോണിസം എന്നുള്ള പേരിൽ വീണ്ടും ജന്മമെടുക്കുന്നത് കാണാം. എന്നാൽ സോഫിസ്റ്റുകൾക്ക്, അതായത് പ്രോട്ടഗോറസിനും അതുപോലെ തന്നെ ഗോർജിയാസിനും എല്ലാം മറുപടി നൽകുന്ന സെക്ടസ് എംപിരിക്കസിൻ്റെ എംപിരിസിസമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിസ് ബേക്കണെ പോലെയുള്ള ആൾക്കാർ ഇതിന് മറുപടിയായിട്ട്, പിറോണിസത്തിനൊക്കെ മറുപടിയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അടുത്തതായി ഇനി നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിൽ, അഷ്യാഇന് ഹഖായിഖുകൾ ഉണ്ടെങ്കിൽ അവ സുബൂത്ത്, അവ സ്ഥാപിതമാണ് എങ്കിൽ നമുക്കവ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവയെ അറിയാൻ കഴിയുക എന്നുള്ളതാണ് അടുത്തതായിട്ട്. അസ്ബാബുൽ ഇൽമി തലാത്തത്ത്, നമുക്ക് വിവരങ്ങൾ അറിയാൻ ലഭിക്കുന്ന മാധ്യമങ്ങൾ പ്രധാനമായും 3 എണ്ണമാണ്. അത് ഒന്ന് അൽ ഖബറു സ്വാദിഖ്, മറ്റൊന്ന് അൽ ഹവാസു സലീമ എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള അക്കൗണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മറ്റൊന്ന് നമ്മുടെ സെൻസറി പെർസെപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് റീസൺ, നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സെൻസിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് പറ്റില്ല എന്ന് പറഞ്ഞ വിഭാഗമായിട്ടാണ് സൂഫസ്തായിയ എന്നുള്ള വിഭാഗം. നമുക്കതൊക്കെ തോന്നലുകളാണ് എന്ന്. എന്നാൽ അതിനെല്ലാം മറുപടിയൊക്കെ ആയിട്ടാണ് ഡേവിഡ് ഹ്യൂമിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്, രംഗത്ത് വരുന്നത്. അവരൊക്കെ സെൻസറി പെർസെപ്ഷന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു, എംപിരിസിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടാണ്. രണ്ടാമതായി പറയുന്ന റിലയബിൾ അക്കൗണ്ട് അൽ ഖബറു സ്വാദിഖ്, അതിനെ 2 ഇനങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഖബർ മുതവാത്തിർ, മറ്റൊന്ന് ഖബർ റസൂൽ അൽ മുഅയ്യദ് ബിൽ ഹുജ്ജത്ത് വൽ ബയ്യിന. മുതവാത്തിറായിട്ടുള്ള എല്ലാ ആളുകളും, മുതവാത്തിർ പറയുന്നത് ഒരു വിഭാഗം അവരൊരിക്കലും തന്നെ കളവ് പറയാൻ സാധ്യതയില്ലാത്ത അത്രയും വലിയൊരു വിഭാഗം നമുക്ക് തലമുറകളായിട്ടൊരു കാര്യം നമുക്ക് കൈമാറി വരിക. ഉദാഹരണത്തിന് പറയുന്നത് കൽ ഇൽമി ബിൽ മുലൂക്കിൽ ഖാലിയ, കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള രാജാക്കന്മാർ, അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാലത്തുണ്ടായിരുന്ന ഭരണകൂടങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥിതി ചെയ്യുന്ന നാടുകളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ, ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നല്ല. ഇത് ശരിക്കും ചരിത്രരചനയിൽ കടന്നു വന്നിട്ടുള്ള മറ്റൊരു വാദത്തിനുള്ള മറുപടിയാണ്. ഡെക്കാർത്തിനെ പോലെയുള്ള ആളുകൾ മുഴുവൻ സംശയിക്കുകയും അവസാനം ഹിസ്റ്ററി ഒരിക്കലും എന്ത് ചെയ്യാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നെപ്പോളിയനൊക്കെ പറഞ്ഞത് വാട്ട് ഈസ് ഹിസ്റ്ററി ബട്ട് എ ഫേബിൾ അഗ്രീഡ് അപ്പോൺ എന്നൊക്കെയാണ്. എന്നാൽ ഇതിന് മറുപടിയായിട്ടാണ് നമ്മുടെ റിലയബിൾ അക്കൗണ്ട് ഖബർ സ്വാദിഖ് എന്ന് പറഞ്ഞാൽ. ഇതെവിടെയാണ് നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീൻ ലഭിക്കുന്ന ഇന്നമദ്ദീന ബിൽ ഇസ്നാദ്. അപ്പോൾ ഈ ഇസ്നാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാകുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസ്, അത് സഹാബത്തിന് കൈമാറുന്നു, സഹാബത്ത് അടുത്ത തലമുറക്ക് കൈമാറുന്നു, അവർ അടുത്ത തലമുറക്ക് കൈമാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ തവാത്തുറിനെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇതൊരിക്കലും തന്നെ നുണ പറയാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരാൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിനെ നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അതൊരിക്കലും കഴിയില്ല. ഒരാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു, ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംസാരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് റസൂല് എന്ത് ചെയ്യുകയാണ്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു എക്സ്പീരിയൻസ് ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ അത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ സബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ സബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ പിന്നീട്
യുക്തിപരമായി ചിന്തിക്കുകയും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റിന് സാധ്യമാകുന്നവ എക്സ്പെരിമെൻറ്റേഷന് വിധേയമാക്കി തെളിയിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഡിസ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളെ എക്സ്പെരിമെൻറ്റേഷനിലൂടെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഗൈബിയായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നുള്ളത് പ്രത്യേകം പറയാൻ കാരണം. മറ്റൊന്നാണ് അഖ്ൽ, റീസൺ. നമ്മുടെ ബുദ്ധിയും വലിയ ഘടകമാണ്. ബുദ്ധിയെ നമുക്ക് ഇൽമിൻ്റെ ഒരു അസ്ബാബായിട്ട് അതല്ലെങ്കിൽ മീഡിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? മുസ്ലിം ലോകത്ത് കടന്നു വന്നിട്ടുള്ള വലിയ ഒരു തഅ്വീലിൻ്റെ വിഷയം, അതല്ലെങ്കിൽ തിയോളജിയിൽ വന്നിട്ടുള്ള വലിയ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത് ഈ അഖ്ലിൻ്റെയും നഖലിൻ്റെയും ഉപയോഗത്തിനാണ്. എന്നാൽ ഇവിടെ അഖ്ലിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള മുഅ്തസിലി ഫലാസിഫയെ വിരുദ്ധമായി അഖ്ലിന് തീരെ പ്രാധാന്യം നൽകാത്ത അഹ്ലുൽ ഹദീസിൽ നിന്നും ഭിന്നമായി ഒരു മധ്യമ മാർഗമാണ് എന്ത് ചെയ്യുന്നത്, അശ്അരികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ബുദ്ധിയും എന്ത് ചെയ്യും, നമ്മുടെ വിശ്വാസങ്ങൾ തെളിയിക്കുന്നതിൽ അതിൻ്റേതായ റോൾ നഖലിന് അല്ലെങ്കിൽ നമ്മുടെ റെവലേഷന് സഹായകമായിട്ട് റീസണും വർത്തിക്കുമെന്നും കൂടി പറയുവാനാണ് എന്ത് ചെയ്യുന്നത് തുടക്കത്തിലെ ഈ 3 നമ്മുടെ എപ്പിസ്റ്റമോളജി, നമുക്ക് എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുന്നതെന്നുള്ള ആ എപ്പിസ്റ്റമോളജിക്കൽ ബേസിസ് അദ്ദേഹം ആദ്യമേ തന്നെ സ്ഥാപിച്ചെടുക്കുകയാണ്. അടുത്തതായിട്ട് പിന്നീട് അദ്ദേഹം പോകുന്നത് ക്രിയേറ്റഡ്നെസ് ഓഫ് ദി വേൾഡ്, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതിലേക്കാണ്. അൽആലമു ബിജമീഇ അജ്സാഇഹി മുഹ്ദഥുൻ, ഈ ലോകം എന്ന് പറഞ്ഞത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അടക്കം പുതിയതായിട്ട് ഇല്ലായ്മയിൽ നിന്ന്, ക്രിയേഷൻ എക്സ് നെയ്യിലോ എന്നൊക്കെ എന്ത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അഴയാൻ, ഇത് ഹുവ അഴയാനും അഴറാദും, ഒന്നുകിൽ അത് അഴയാനാണ് അല്ലെങ്കിൽ അഴറാദുകളാണ്. അഴയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള, അറത് സ്വന്തമായിട്ട് നിലനിൽപ്പുള്ളവ, ഡെസ്ക്, ബെഞ്ച്, മൈക്ക് തുടങ്ങിയിട്ടുള്ളവ. അറതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ സ്വന്തമായി നിലനിൽപ്പുണ്ടാവില്ല, അതിൻ്റെ കളർ പോലെ അതിൻ്റെ സൈസ് പോലെ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം. ഇത് തന്നെ ഒന്നുകിൽ മുറക്കബായിരിക്കും, അഴയാൻ ഒന്നുകിൽ മുറക്കബായിരിക്കും, കോമ്പൗണ്ടായിരിക്കും, അതല്ലെങ്കിൽ അല്ലാത്തതായിരിക്കും, മുറക്കബല്ലാത്തതായിരിക്കും. അപ്പോൾ വെറും സിമ്പിളായിട്ടുള്ള സാധനമായിരിക്കും. അപ്പോൾ മുറക്കബാണ് എന്നുണ്ടെങ്കിൽ അതിന് ജിസ്മ് എന്ന് പറയും, അല്ല എങ്കിൽ അതിന് ജിസ്മുൻ ജൗഹർ എന്ന് പറയും. ജിസ്മ് എന്നുള്ള വിഷയത്തിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ജൗഹറിൻ്റെ വിഷയത്തിലാണ് പ്രധാനമായിട്ടും നമ്മളും അതുപോലെ തന്നെ ഫിലോസഫേഴ്സും തമ്മിൽ ഒരു വലിയ തർക്കം കിടക്കുന്നത്. അൽ ജുസ്ഉല്ലദീ ലാ യതജസ്സ, ജുസ്ഉൻ ലാ യതജസ്സ എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ? ജുസ്ഉൻ ലാ യതജസ്സ എന്നൊരു സംഗതി ഇല്ല. അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ്റം എന്നൊക്കെ പറയാം. ജുസ്ഉൻ ലാ യതജസ്സ, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അന്ന് ആറ്റോമിക് തിയറി ഒന്നും മാത്രം എന്ത് ചെയ്തിട്ടുള്ള പ്രചാരത്തിലില്ല. അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ആളുകളൊക്കെ ഡെമോക്രിറ്റസിനെയൊക്കെ വിമർശിച്ച് ഡെമോക്രിറ്റസിൻ്റെ തിയറികളൊക്കെ അല്ലെങ്കിൽ അയോണിയൻ ഫിസിക്സിനൊന്നും തീരെ പ്രാധാന്യം കിട്ടാത്ത കാലത്തായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ ചർച്ചകളൊക്കെ മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അരിസ്റ്റോട്ടലിൻ്റെ ഈ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ആറ്റം എന്നുള്ള സംഗതി ഇല്ല എന്ന് പറയുന്ന ഈ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് അശ്അരികൾ അവിടെ സ്വീകരിക്കുന്ന നിലപാട് ജുസ്ഉൻ ലാ യതജസ്സയുണ്ട്, ഒരു ആറ്റോമിസ്റ്റിക് തിയറി അശ്അരികൾ എന്ത് ചെയ്യുകയാണ്, സ്വയം അഡോപ്റ്റ് ചെയ്യുകയാണ്. അവർ പറഞ്ഞത് ഈ ജുസ്ഉൻ ലാ യതജസ്സ ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഏതൊരു വസ്തുവാണെന്നുണ്ടെങ്കിലും ശരി, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പിന്നെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ ഒരു തലത്തിലേക്ക് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് പോകാമെന്നുള്ളത്. ഇതിന് മറുപടിയായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അവർ പറയാറുള്ളത്, ലോകം സൃഷ്ടിക്കപ്പെട്ടുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കിളുകൾ കൊണ്ടല്ല, പിന്നെ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സബ്സ്റ്റൻസിൽ നിന്നാണ്. ആ സബ്സ്റ്റൻസിനെ നമ്മൾ ഹയൂല എന്ന് പറയും. ഹൈൽ എന്ന് ഇംഗ്ലീഷിൽ പറയും, HYLE. പിന്നെ ഫോം, സൂറത്ത്, ഹയൂല സൂറ. അപ്പോൾ ഒരൊറ്റ ഒരു സബ്സ്റ്റൻസ് ഈ ലോകത്തുള്ളൂ. നമ്മളടക്കം, ഈ മൈക്കായിരുന്നാലും നമ്മൾ മനുഷ്യനായിരുന്നാലും അല്ലെങ്കിൽ ഈ സ്റ്റേജ് ആയാലും ഡെസ്ക്, ബെഞ്ച്, ഇതെല്ലാം ഒരു വസ്തുവാണ്. ആ ഒരു വസ്തു എന്ത് ചെയ്യും, ഓരോ രൂപങ്ങളിലേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, പ്രത്യേക ഇപ്പോൾ ഇത് ഒരു എന്താണ് ഹയൂലയാണ്, അപ്പോൾ ഇതിലേക്ക് മൈക്കിൻ്റെ രൂപം വന്നു. അപ്പോൾ ഈ രൂപങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പിന്നീട് എന്ത് ചെയ്യാനാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, പ്ലാറ്റോയെ പോലുള്ള ആൾക്കാരൊക്കെ തിയറി ഓഫ് ഫോംസിലേക്ക് നീങ്ങുന്നത്.
അപ്പോൾ ഒരു അപ്പർ വേൾഡ് ഉണ്ട്, ആ അപ്പർ വേൾഡിൽ കുറേ ഫോംസ് ഉണ്ട്. ഈ ഹൈലിലേക്ക് എന്ത് ചെയ്യും, ഈ ഫോംസ് ഓരോ സമയത്ത് ഓരോന്നുണ്ടാകുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഇവരുടെ ഈ തിയറി ബേസ് ചെയ്യുന്നത് അൽ വാഹിദു ലാ യൂരിസു ഇല്ലാ വാഹിദ, ഒരു വ്യക്തി സ്രഷ്ടാവ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ദൈവം ഒരാളാണ്. ഈ ഒരാളിൽ നിന്ന് ഒന്നേ പുറത്തു വരികയുള്ളൂ, ഒന്നിൽ കൂടുതൽ പുറത്തു വരിക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ആ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അവർ സൃഷ്ടിപ്പിനെ വരെ നിഷേധിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയെ എല്ലാം സൃഷ്ടിക്കുക എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? തദീമായിട്ടുള്ള ഈ എൻറ്റിറ്റി, അല്ലാഹുവിൻ്റെ എസെൻസ് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ടെമ്പറൽ ബീയിങ്സിനോട് എന്ത് ചെയ്യണം? ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അവയോട് ബന്ധപ്പെടുക എന്നുള്ളത് ഒരു ഹറക്കത്തിൻ്റേതുപോലെ ഉള്ള ഒരു മൂവ്മെൻറ്റിനല്ല, മോഷൻ പോലുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള വിശ്വാസപ്രകാരമാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഹയൂലയും സൂറയും ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോക സൃഷ്ടിപ്പ് നടന്ന ഉടനെ, അല്ലെങ്കിൽ സൃഷ്ടിപ്പ് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അസലിലുണ്ട്. അപ്പോൾ അസലിൽ തന്നെ, അല്ലെങ്കിൽ പ്രീ എറ്റേണിറ്റി, ഈ പ്രീ എറ്റേണിറ്റിയിൽ തന്നെ എന്തുമുണ്ട്? ഈ ലോകം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, ഒരു മാദ്ദ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്തേ വേണ്ടുള്ളൂ? ഓരോ രൂപങ്ങൾ ആ മാതയിലേക്ക് ഇങ്ങനെ ഓരോ കാലാകാലത്ത് ഇറങ്ങി വരികയേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ലോകത്തിനൊരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല എന്ന് എന്ത് ചെയ്യും? അവരുടെ ഈ ഹയൂല എന്നുള്ള സബ്സ്റ്റൻസ് എന്നുള്ള ഈ വാദപ്രകാരം സാധ്യമാകും. പക്ഷെ അതിന് നമ്മൾ മറുപടി പറയും. അപ്പോൾ ഇവരുടെ ഈ വാദപ്രകാരം എന്തിൻ്റെ ആവശ്യമില്ല? ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ നമുക്ക് ഹശ്റുൽ അജ്സാൻ, ബോഡിലി റിസറക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ? ബോഡിലി റിസറക്ഷൻ അവർ നിഷേധിക്കും. കാരണം ഈ സൂറത്ത് അതോടുകൂടി നശിച്ചു പോവുകയാണ്. ഒരു വസ്തു ഉണ്ടായിത്തീരണമെങ്കിൽ ഈ ഹയൂലയും വേണം, അതുപോലെ തന്നെ പിന്നെ സൂറത്ത്, ഈ ഫോമും വേണം, ഈ സബ്സ്റ്റൻസും വേണം, ഈ ഫോമും വേണം. എന്നാൽ മരിച്ചു പോകുന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു വസ്തു നശിച്ചു പോകുന്നതോടുകൂടി ആ സൂറത്ത് അല്ലെങ്കിൽ ആ ഫോമും നശിച്ചു പോവുകയാണ്. പിന്നീട് എന്ത് ചെയ്യില്ല, ആ ഫോം വീണ്ടും ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നു? റിസറക്ഷൻ്റെ സമയത്ത്, ബഅത്തിൻ്റെ സമയത്ത് എന്തേ സംഭവിക്കുന്നുള്ളൂ? റൂഹ് മാത്രമേ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നുള്ളൂ എന്ന് സ്ഥാപിക്കുകയാണ് ഈ ഫലാസിഫത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ നമ്മൾ പറയുന്നത് ജുസ്ഉല്ലാഹിൽ ജുസ്ഉണ്ട് എന്നുണ്ട്. അതിന് പണ്ട് ഡെമോക്രിറ്റസ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ആറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ആറ്റം, അന്ന് പിന്നെ ആറ്റം ഇൻഡിവിസിബിൾ ആയിരുന്നുവെങ്കിലും പിന്നീട് ഡിവിസിബിളാണ്. ജെ തോംസണിലൂടെ ഒക്കെ പോയി സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, അതുപോലെ അവയും ഉണ്ടായിത്തീരുന്ന ക്വാർട്സ്, ന്യൂട്രിനോ, പൊസിട്രോൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ ഉണ്ട് എന്ന് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ എങ്ങനെയായാലും എല്ലാ വസ്തുവിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ജുസ്ഉല്ലായ തജ്സ അല്ലെങ്കിൽ ജൗഹറുൽ ഫർദി എന്നുള്ള അഷ്അരി തിയോളജിയുടെ, നമ്മുടെ അഷ്അരി കൺസെപ്റ്റിന് ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തരം ഈ നദറിയത്തുൽ ജൗഹറുൽ ഫർദ് അല്ലെങ്കിൽ ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നൊക്കെയുള്ള ഈ തിയറി, ഇതെല്ലാം നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് പഠിച്ചെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? പുതിയതായിട്ട് കടന്നു വരുന്ന റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെ, ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെയോ സാം ഹാരിസിനെ പോലെയൊക്കെയുള്ള പുതിയ തീവ്ര നിരീശ്വരവാദികൾക്ക് മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല? മറുപടി ഇല്ലാതാവുകയില്ല. മുസ്ലിം ലോകത്തിന് സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൽമുൽ കലാമിനെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഇത്തരം പുതിയ മതത്തിൻ്റെ നേർക്കുള്ള മതത്തിൻ്റെ അടിസ്ഥാന ശിലകളിലേക്കുള്ള വരുന്ന അസ്ത്രങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ, പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തഫ്താസാനി ഇമാം പറയുന്നുണ്ട്, ഫി ഇസ്ബാത്തിൽ ജൗഹറിൽ ഫർദി നജാത്തുൻ അൻ കസീരിൻ മിൻ ദുലുമാത്തിൽ ഫലാസിഫ മിസ്ല ഇസ്ബാത്തിൽ ഹയൂല വസ്സൂറ അൽ മുദ്ദി ഇലാ ഖിദമിൽ ആലം. അപ്പോൾ ഈ ലോകം ഉണ്ടായിത്തീരുന്നത് ഇങ്ങനെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓരോ പാർട്ടിക്കിളുകൾ കൂടിച്ചേർന്നിട്ടാണ് ഓരോ വസ്തുവും ഉണ്ടായിത്തീരുന്നത്. എങ്കിൽ ഈ വസ്തുക്കളെയെല്ലാം തർക്കീബ് ചെയ്തത്, ഇവയെല്ലാം കോമ്പോസ് ചെയ്തത് ആര് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ വസ്തുക്കളെയെല്ലാം അങ്ങനെ കോമ്പോസ് ചെയ്ത് അതിന് പിന്നിൽ ഓരോ ടെമ്പറൽ ഫിനോമിനകളുണ്ട്. ഇവിടെ ഓരോ എന്താ പറയുക, പുതിയ കോസ് ആൻഡ് എഫക്ട് തിയറി പ്രകാരം ഓരോ എഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിന് ഓരോ കോസ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കോട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാനം എങ്ങനെയായാലും ഒരു ഫസ്റ്റ് കോസിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ആ
ഫസ്റ്റ് കോസ് സൃഷ്ടിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം. അതേപോലെ ഈ ഇവിടെയുള്ള വസ്തുക്കളെയെല്ലാം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടികളിലേക്ക് അവയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എങ്കിൽ ആ പാർട്ടികൾ സ്വയം ഒരിക്കലും വരാൻ കഴിവുള്ളവയല്ല, സ്വയം അവക്ക് പരസ്പരം കൂടിച്ചേരാൻ കഴിവുള്ളവയല്ല. എങ്കിൽ അവയെ കൂട്ടിച്ചേർത്തത് ആര് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അവർക്ക് സ്വയം കൂട്ടിച്ചേർക്കാൻ കഴിവില്ലാത്തപ്പോൾ കൂട്ടിച്ചേർത്ത ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശക്തിയുടെ ആവശ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, തെളിയിക്കാൻ കഴിയുന്നത്. അതിനാണ് ബുർഹാൻ തത്ബീഖ് എന്നുള്ള പേരിലേക്ക്. ഈ ബുർഹാൻ തത്ബീഖൊക്കെയാണ് പിന്നീട് ഇന്ന് പൊതുവെ ഈ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ക്രിസ്റ്റഫർ ഹിച്ചൻസുമായി ഒക്കെ നിരവധി ഡിബേറ്റുകളൊക്കെ നടത്തുന്ന ഒരു ക്രിസ്ത്യൻ തിയോളജിയാണ് ഡോക്ടർ വില്യം ലെയ്ൻ ക്രൈഗ് വന്നിട്ട്. റീസണബിൾ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടെ എന്ത് നമുക്ക് കാണാൻ കഴിയും, സൈറ്റും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ കാണാൻ കഴിയും. മൂപ്പര് കാര്യമായിട്ട് അവലംബിക്കാറുള്ളത് ഗസാലി ഇമാമിൻ്റെ ഈ തഹാഫുൽ ഫലാസിഫയെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ബുർഹാൻ തത്ബീഖിനെയാണ്. ദി കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് എന്നാണ് അവർ പറയാറ്. കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് പറഞ്ഞു. മോൺഗോമറി വാൾട്ടിൻ്റെ ഒരുപാട് സംഭാവനകളിലൂടെ മുസ്ലിം തിയോളജിയെ കുറിച്ച് നന്നായി പഠിക്കുകയും അങ്ങനെ ഗസാലി ഇമാമിൻ്റെയൊക്കെ ഇത്തരം ഈ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റിനെ വെസ്റ്റിന് പരിചയപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഈ ക്രൈഗിൻ്റെ തന്നെ ഒരു പുസ്തകം തന്നെയാണ് ദി കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ മൂപ്പര് കാര്യമായിട്ട് ഈ ലോകം പുതുതായി ഉണ്ടായതാണ് എന്ന് തെളിയിക്കാൻ കാര്യമായിട്ട് അവലംബിക്കാറുള്ളത് ഗസാലി ഇമാമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബുർഹാൻ തത്ബീഖുകളെയാണ്. ബുർഹാൻ തത്ബീഖ് പ്രകാരം ഈ ഇൻഫിനിറ്റ് റീഗ്രസ് അല്ലെങ്കിൽ റീഗ്രസ് ഇൻറ്റു ഇൻഫിനിറ്റി ഇവിടെ എന്ത് ചെയ്തു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വസ്തു, ആ വസ്തു ഉണ്ടാവാൻ കാരണം മറ്റൊരു വസ്തു, അതുണ്ടാവാൻ കാരണം മറ്റൊരു വസ്തു, അങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് കോസിലേക്ക് ഒരു വസ്തു ഉണ്ടാകാനുള്ള ഒരു കാരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടി വരും. അങ്ങനെ എത്തിച്ചേരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നിരന്തരം അങ്ങനെ ദൗർ തസൽസ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യും അവസാനിക്കാത്ത രീതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഈ അവസാനിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരിക്കലും മാത്തമാറ്റിക്കലി അത് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, വഹ്മിയാണ്. അതല്ലെങ്കിൽ നമുക്ക് വെറും എന്ത് ചെയ്യാം, ചിന്തയിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഗതി മാത്രമാണ്. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മളത് റിയൽ ഈ വേൾഡിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും തന്നെ എന്തില്ല, റിയൽ ഇൻഫിനിറ്റി എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ജോർജ് ഫെഡറിക് ഗോസിനെ പോലെ 19ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു വലിയ മാത്തമാറ്റീഷ്യനാണ്. ഉപരി പറയുന്നത്, ഐ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി യൂസ് ഓഫ് ഇൻഫിനിറ്റ് മാഗ്നിറ്റ്യൂഡ് ആസ് ഇഫ് ഇറ്റ് വെർ സംതിങ് ഫിനിഷ്ഡ്. ദിസ് യൂസ് ഈസ് നോട്ട് അഡ്മിസിബിൾ ഇൻ മാത്തമാറ്റിക്സ്. ഇൻഫിനിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് മാത്തമാറ്റിക്സിൽ ഒരിക്കലും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല. ഇൻഫിനിറ്റ്സിമൽ കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് ന്യൂട്ടൺ, ലെയ്ബ്നിസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു ഇൻഫിനിറ്റ് ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും തന്നെ എന്തല്ല, റിയൽ ലൈഫിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഇൻഫിനിറ്റി എന്നുള്ളത് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ വേൾഡിൽ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എന്ന് എന്ത് ചെയ്യുന്നത് ജോർജ് ഫെഡറിക് ഗോസിനെ ഉദ്ധരിച്ചുകൊണ്ട് വില്യം ലെയ്ൻ ക്രൈഗ് എന്ത് ചെയ്തു ഉദ്ധരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ബുർഹാൻ തത്ബീഖിനെയും അതുപോലെ തന്നെയുള്ള നമ്മുടെ ജൗഹറുൽ ഫർദിൻ്റെയും എല്ലാം തിയറികളാണ് ഇന്ന് നിരീശ്വരവാദികളെ നേരിടാൻ കാര്യമായിട്ടും എന്ത് ചെയ്യുന്നത് ഇവർ അവലംബിക്കുന്നത്. അവർക്കതിലൊരു മടിയില്ല. ഇത് സിമ്പിൾ എന്ത് വില്യം ക്രൈഗിൻ്റെ ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റിൽ അദ്ദേഹം കൃത്യമായിട്ട് റെഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. മസാലിമാ ഇഖ്തിസാദുൽ ഇഅ്തിഖാദ് അടുത്ത് പറയുമ്പോൾ തഹാഫുത്തിൽ നിന്നുള്ള ഉദ്ധരണി, അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം ഉദ്ധരണികൾ കൊടുക്കുന്നു. അടുത്തതായിട്ട് പിന്നെ നമ്മളും ഫലാസിഫത്തും തമ്മിലുള്ള മറ്റൊന്ന്, അപ്പോൾ ഈ ലോകത്തിന് ഒരു സ്രഷ്ടാവുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു തെളിയിക്കുകയായിരുന്നു. ഒരു പ്രശ്നം, അരിസ്റ്റോട്ടിലിയൻ തിയോളജി പ്രകാരം ഈ ഒരു ലോകം മൊത്തം എന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് കോസിലേക്ക് എത്തും. അവർ ഈ ഫസ്റ്റ് കോസിലേക്ക് എത്തുമ്പോൾ ഈ ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനറ്റ്സുകളെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യണം, ദവാമ ഹറക്കത്ത് എന്നൊക്കെയാണ് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഈ സെലസ്റ്റിയൽ ബോഡികളെല്ലാം എന്ത് ചെയ്യാൻ നിരന്തരമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, കറങ്ങിക്കൊണ്ടിരിക്കുക, റെവല്യൂഷൻ. എന്നാൽ ഇവയെ മൂവ് ചെയ്യാൻ ഒരു പ്രൈം മൂവർ ആവശ്യമാണ് എന്നുള്ളതാണ് അരിസ്റ്റോട്ടലിൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്, അവയെ മൂവ് ചെയ്യുന്നത്. പക്ഷെ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ വന്നതോടുകൂടി എന്ത് ആവശ്യമില്ലാതാവും, ഈ പ്രൈം മൂവറിൻ്റെ ആവശ്യമില്ലാതാവും. കാരണം ഓരോ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യാണ്,
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആകർഷണത്താൽ എന്ത് ചെയ്യുന്നത് അവർ പരസ്പരം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ അരിസ്റ്റോട്ടലിൻ്റെ ഈ തിയോളജി പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പ്രൈം മൂവർ എന്നുള്ള ഫസ്റ്റ് കോസ് എന്നുള്ള ഈ ഫസ്റ്റ് കോസ് ഇല്ലാതാവുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ദൈവമില്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും തന്നെ ഈ ഹയൂല സൂറ ബേസ് ചെയ്തിട്ടാണ്, ഹയൂലയിൽ നിന്നാണ് എന്തെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? ഈ സെലിസ്റ്റിയൽ ബോഡികളെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സെലിസ്റ്റിയൽ ബോഡികളെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഹയൂലയിൽ നിന്നാണ്. അപ്പോൾ അവക്കൊരു കാലത്തും നാശമുണ്ടായിട്ടില്ല, അവ പ്രീ എറ്റേണലാണ്. അതുകൊണ്ട് തന്നെ സ്വയം അവയെ സൃഷ്ടിക്കാൻ മറ്റൊരാളുടെ ആവശ്യവുമില്ല. പക്ഷെ അവയെ മൂവ് ചെയ്യാനേ ഒരാളുടെ ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ് അരിസ്റ്റോട്ടിലിൻ്റെ തിയറി പറയുന്നത്. എന്നാൽ ആ തിയറിയിൽ അവ മൂവ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്ന ആ തിയറി ഖണ്ഡിച്ചുകൊണ്ടാണ് ന്യൂട്ടൺ രംഗത്ത് വരുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ആ പ്രൈം മൂവർ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഒരു തിയറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സ്വീകരിക്കേണ്ടതില്ല. പിന്നെ നാം സ്വീകരിക്കേണ്ടത് ഈ വസ്തുക്കൾ ഒന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ഇവ എന്ത് ചെയ്യുകയില്ല, ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം ഈ ലോകം മാത്തമാറ്റിക്കലി നമുക്ക് ന്യൂമറബിൾ ആണ്, എണ്ണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ എണ്ണാൻ തുടങ്ങുമ്പോൾ എങ്ങനെയായാലും ഒന്നിൽ നിന്നേ നമുക്ക് തുടങ്ങാൻ കഴിയുകയുള്ളൂ. ഇൻഫിനിറ്റി എന്നുള്ളത് ഈ ലോകത്ത് ഒരിക്കലും തന്നെ, മാത്തമാറ്റിക്കൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഇൻഫിനിറ്റ് റീഗ്രസ് എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് സാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. പിന്നെ മറ്റൊരു തെളിവാണ് ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാലമു മുതഗയ്യിറുൻ വകുല്ലു മുതഗയ്യിറിൻ ഹാദിസുൻ ഫൽആലമു ഹാദിസുൻ എന്നത്. കാരണം ഈ ലോകം, ഈ വേൾഡ്, in this world there are many temporal phenomena. ടെമ്പറൽ ആയിട്ടുള്ള ഒരുപാട് ഫിനോമിനകളുണ്ട്. അവ ഏത് തകയ്യുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ടെമ്പറൽ ഫിനോമിന ഒരിക്കലും തന്നെ അവർക്ക് സ്വയം ഉണ്ടാവാനുള്ള കഴിവില്ല. ടെമ്പറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തന്നെ എറ്റേണിറ്റി ഇല്ല, പ്രീ എറ്റേണൽ ആയിരിക്കുകയില്ല, എറ്റേണൽ ആവില്ല. അപ്പോൾ വേൾഡ്, ഈ ലോകത്താണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലോകവും എന്ത് തന്നെയാണ്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സംഗതിയാണെങ്കിൽ അതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. കാരണം മാറ്റമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് എറ്റേണലായിട്ടുള്ള അല്ലാഹു മാത്രമാണ് എന്ന് ഉള്ള മറ്റൊരു രീതി കൂടി നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത്, പിന്നെ ഇതൊന്നും തന്നെ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ വിശ്വാസം സ്ഥാപിക്കാനുള്ളതാണ്. കാരണം അഫില്ലാഹി ശക്കു എന്നുള്ളതാണ്. അല്ലാഹുവിലൊരു സംശയവും നമ്മുടെ ഈ ഉലമാക്കൾക്കൊന്നും ഉണ്ടായിട്ടല്ല ഇത്തരം ഒരു രീതി അവർ അവലംബിച്ചിരുന്നത്. പിന്നീട് നമ്മൾ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പിന്നെ അങ്ങനെ തലമുറകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സംഗതി വിശ്വസിക്കുന്നു. പിന്നീട് ഈ ഉലമാക്കൾ ഇത്തരം രീതിയിൽ ഈ ആർഗ്യുമെന്റേഷനുകളെല്ലാം നടത്താനുള്ള കാരണം അവർ ഇതിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ വരുന്ന സമയത്ത് അവയെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ഇവയെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ വിശ്വാസം ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത്ര മനസ്സിലാക്കാൻ പ്രയാസം നേരിട്ടാൽ എന്ത് ചെയ്യും, പ്രശ്നമാവും. അതുകൊണ്ടാണ് ഇൽജാമുൽ അവാം ആൻഡ് ഇൽബിൽ കലാം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് മുസാലിം അങ്ങനെ പോലുള്ള ആൾക്കാരൊക്കെ രചിക്കാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അല്ലാഹു ഏകനാണ് എന്ന് തെളിയിക്കുകയാണ് പിന്നീട് അടുത്തതായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. അതിനാണ് ബുർഹാനു തമാനു എന്നുള്ള ഒരു ബുർഹാൻ, ഒരു തെളിവുണ്ട്. തമാനു, അതായത് ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, ഈ ലോകത്ത് രണ്ട് ഇലാഹ് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല, ഈ ലോകം മുന്നോട്ട് പോവുകയില്ല. കാരണം ഒരാൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല മറ്റേയാൾ ആഗ്രഹിക്കുന്നത്. ഒരാൾ ആഗ്രഹിക്കുന്നതിൽ മറ്റേയാൾ അതിനെ സമ്മതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇയാളിലുള്ള ഒരു അജ്സിനെ അല്ലെങ്കിൽ ഇയാളിലുള്ള ഒരു കഴിവുകേടിനെ എന്ത് ചെയ്യും, തെളിയിക്കും. അപ്പം അങ്ങനെ കഴിവുകേട് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു ദൈവത്തിനുണ്ടാകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിരവധി തെളിവുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് അല്ലാഹുവിൻ്റെ സിഫത്തുകളിലെ ഖിദമിനെ, പ്രീ എറ്റേണിറ്റി എന്നുള്ള ഖിദം, അല്ലാഹു ലാ യജ്രി അലൈഹി സമാനുൻ വലാ മക്കാൻ, ഒരിക്കലും തന്നെ അല്ലാഹുവിന് ടൈം ആൻഡ് സ്പേസ് എന്നുള്ള
സംഗതികൾ ബാധകമാവുകയില്ല. കാരണം ടൈമിനെയും സ്പേസിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ടൈമിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതകല്ലിമൻ പറയുന്ന ഗസാലി ഇമാമിനെ പോലെയുള്ളവർ പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട മഖ്ലൂഖായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് സെൻറ്റ് അഗസ്റ്റിനെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഒരു ക്രിസ്ത്യൻ തിയോളജിയനാണ്, വലിയ ക്രിസ്ത്യൻ എന്താ പറയുക മുതകല്ലിമായിട്ടുള്ള ആളാണ് സെൻറ്റ് അഗസ്റ്റിൻ. ഇവരോട് ചോദിക്കുന്ന സമയത്ത് ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സമയമില്ല. കാരണം ടൈം ഇറ്റ്സെൽഫ് വാസ് എ പ്രോപ്പർട്ടി ഓഫ് ദി വേൾഡ് ഗോഡ് ക്രിയേറ്റഡ്. ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു വിശേഷണം മാത്രമാണ് ടൈം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ റിലേറ്റിവിറ്റി തിയറി പ്രകാരമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ടൈം എന്നുള്ളത് എന്തിനാണ് ടൈം സ്പേസ് കൺസ്ട്രക്ട് അല്ലെങ്കിൽ ടൈം സ്പേസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് ടൈമിനെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ടൈം ഇല്യൂഷനാണ് എന്നവരെയൊക്കെയുള്ള വാദഗതികൾ എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മാറ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്ററായിരിക്കും. അപ്പോൾ ഈ മാറ്ററുമായി ബന്ധപ്പെടുന്ന സംഗതിയായ ടൈം അതൊരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബാധകമാവുകയില്ല എന്ന് എന്ത് ചെയ്യാണ് അല്ലാഹു ഖദീമാണ് എന്ന് എന്ത് ചെയ്യുന്നത് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അള്ളാഹുവിൻ്റെ ബഖാ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, നശിച്ചു പോകാൻ ബഖാ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൂടെ അങ്ങനെ വന്നിട്ട് അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ചാണ് പിന്നീട് ചർച്ച ചെയ്യുന്നത്. ഈ ഇൽമിൻ്റെ വിഷയത്തിലാണ് നമ്മളും ഫിലോസഫേഴ്സും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യൂണിവേഴ്സൽസ് അല്ലെങ്കിൽ കുല്ലിയാത്തിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, അള്ളാഹുവിന് ജുസിയാത്തിനെ കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നത്. ജുസിയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലേഴ്സ്, ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും അള്ളാഹുവിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്ന് എന്ത് ചെയ്തു ഇബ്നു സീന, ഫാറാബിയെ പോലുള്ള ആൾക്കാർ പറഞ്ഞു. അവർ പറയാനുള്ള കാരണം എന്തായിരുന്നു വെച്ചാൽ ഇവിടെ നടക്കുന്ന ഈ ചെറിയ പെറ്റി ആയിട്ടുള്ള അഫയേഴ്സ് അതിലെല്ലാം അള്ളാഹു ഇങ്ങനെ ഇടപെടുക എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ മൊത്തത്തിൽ ഇവയെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് അള്ളാഹുവിനുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷെ മുത്തകല്ലിമി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് തൻ്റെ ഡൊമൈനിൽ അള്ളാഹുവിൻ്റെ കീഴിലുള്ള ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അറിവില്ലാതെ ഒരുപാട് സംഗതികൾ നടക്കുക എന്നുള്ളൊരു സംഗതി വരും. അത് അള്ളാഹുവിൻ്റെ അശക്തതയെ എന്ത് ചെയ്യും, സൂചിപ്പിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവുക എന്നുള്ളത് പാടില്ല. മാത്രമല്ല പിന്നെ ഖുർആനിലൊക്കെ അള്ളാഹു എന്താണ് അള്ളാഹുവിനൊന്നും തുടങ്ങി ഒരു കണികയെക്കുറിച്ചുള്ള ഒരു വിവരം പോലും അള്ളാഹുവിന് എന്ത് ചെയ്യില്ല, ഇല്ലാതാവുകയില്ല എന്നുള്ള നിരവധി വിഷയങ്ങൾ കൂടി എന്ത് ചെയ്യുന്നത് ആയത്തുകൾ കൂടി നിലനിൽക്കുമ്പോൾ നമ്മുടെ മുത്തകല്ലിമീൻ ഈ ഒരു വഴിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് കലാമിൻ്റെ വിഷയമാണ് ഇൽമുൽ കലാം. ഇൽമുൽ കലാമിൻ്റെ വിഷയത്തിലാണ് പ്രധാനമായും മുസ്ലിം വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത് വ്യത്യസ്ത ചേരികളായി തിരിയാനുള്ള കാരണം. ഇതിന് കാരണമായിട്ട് വരുന്നത് ക്രിസ്ത്യൻ കൺസെപ്റ്റ് ലോഗോസ് എന്നുള്ള ഈ കൺസെപ്റ്റിൽ നിന്നാണ്. ക്രിസ്ത്യൻസ് എന്ത് ചെയ്തു, ഈസാ നബി അലൈഹിസ്സലാം ലോഗോസ് ആണ്, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ വചനം, ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സിഫത്താണ്. സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകളുണ്ട്, എസെൻസ്, ആട്രിബ്യൂട്ട്സ്. അള്ളാഹുവിൻ്റെ എസെൻസിനെ പോലെ തന്നെ ആട്രിബ്യൂട്ട്സും എറ്റേണൽ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എസെൻസിനപ്പുറം പുതിയ ചില സംഗതികൾ കൂടി ഉണ്ടാവുകയാവും. അതുകൊണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് മുഅ്തസിലികളെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിലോസഫേഴ്സിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കലാമ് ഖദീമാണ് എന്ന് പറയുകയാണെങ്കിൽ, ഖുർആൻ ഖദീമാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രിസ്ത്യൻസിനോട് ഒപ്പം നിൽക്കേണ്ടി വരും. കാരണം അവരും പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമായ ദൈവവചനമായ ഈസാ നബി അലൈഹി സ്വലാം, ജീസസ്, അദ്ദേഹം എറ്റേണലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ട്രിനിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള 1:3 ഒന്നാം അധ്യായത്തിലുള്ള മൂന്ന് സൂക്തങ്ങളിലാണ് ഇത് കാണുന്നത്. ഇത് ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ത്രിയേകത്വത്തെ തെളിയിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കലാമ് ഖദീമാണെന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് ഖദീമാണ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി
ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം ഒരു ഇലാഹാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ അവിടെ ആ കലിമത്ത് എന്നുള്ളതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അവിടെ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ എന്നുള്ളതാണ്. കാരണം മറ്റ് ആയത്തുകളിലേക്ക് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ്. അതുപോലെ തന്നെ വമാ ഈസാ ഇബ്നു മറിയമ വമൽ മസീഹ് ഈസാ ഇബ്നു മറിയമ ഉമ്മുഹു ഇല്ലാ വമൽ മസീഹ് ഈസാ ഇബ്നു മറിയമ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി. ഏതായാലും ഉമ്മുഹു സിദ്ദീഖ കാന യഅകുലാനി തആം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവർ മനുഷ്യർക്കുണ്ടാകുന്ന ഗുണങ്ങളെല്ലാം അവരിൽ ഉണ്ടായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ ഖുർആൻ അഖണ്ഡനീയമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കലിമത്ത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അള്ളാഹു ഒരിക്കലും തന്നെ ഒരു മെയിൽ ഇൻ്റർവെൻഷൻ ഇല്ലാതാണ് ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. കാരണം മെയിൽ ഫീമെയിൽ ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ലാതെയാണ് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നത്. അതുപോലെ ഒരു മെയിൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെയാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് കലിമത്തോട് ഉദ്ദേശിച്ചത്. കുൻ എന്നുള്ള അതാണ് അള്ളാഹുവിൻ്റെ ആ കലാം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്, മുഅ്തസിലത്ത് അള്ളാഹുവിൻ്റെ കലാമ് മുഹ്ദസാണ് അതല്ലെങ്കിൽ ക്രിയേറ്റഡ് ആണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമും ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള വാദം സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ശരിയായി വരും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നാൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈസാ നബി തഅദ്ദുദുൽ ഖുദമാ അതല്ലെങ്കിൽ എറ്റേണലായിട്ടുള്ള ബീയിങ്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും തന്നെ എസെൻസിനൊപ്പം തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എസെൻസ് ധാത്തുകൾ ഉണ്ടാവുമ്പോഴേ പ്രശ്നമുള്ളൂ. നേരെ മറിച്ച് ഒരു എസെൻസും അതിന് നിരവധി ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുന്നതിനൊരു പ്രശ്നവുമില്ല. സാധാരണ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഒരു മനുഷ്യനെ അയാൾക്ക് നിരവധി ഔസാഫുകൾ നിരവധി വിശേഷണങ്ങൾ ഉണ്ടാവുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഈ ക്രിസ്ത്യൻ ലോഗോസ് എന്നുള്ള ഈ കൺസെപ്റ്റിനെ മുസ്ലിം ലോകത്തേക്ക് കൊണ്ടുവന്നതിലൂടെയാണ് എന്ത് ചെയ്തത്, മുഅ്തസിലികൾ ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അബദ്ധത്തിലേക്ക് നീങ്ങുന്നത്. മറ്റൊരു വിഷയം പിന്നീട് ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മുഅ്തസിലികൾ പറയും അത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നവയാണ് എന്നുള്ളത്. ഇവിടെ രണ്ട് സാധ്യതകളാണ് അല്ലെങ്കിൽ രണ്ട് വാദങ്ങളാണ്. ഇപ്പം നമ്മൾ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ വില്ലുണ്ടോ, നമുക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ? അതല്ല, അതേസമയം മറ്റൊരു പ്രശ്നം കൂടി വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ലോകത്ത്, അല്ലാഹു സൃഷ്ടിച്ച ഈ ലോകത്ത് തൻ്റെ അധീനതയിലുള്ള ഈ ഒരു ഏരിയയിൽ അവിടെ നടക്കുന്ന സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാത്ത ഒരു സംഗതിയായി മാറുകയും ചെയ്യും. ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും ശരി, അതെല്ലാം അതിൻ്റെ എല്ലാം ഏജൻറ്റ് അല്ലെങ്കിൽ അത് നടത്തുന്ന ആക്റ്റീവായിട്ടുള്ള ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പോലും അല്ലാഹു, മനുഷ്യന് ഇതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി പോലും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം പിന്നീട് മനുഷ്യൻ നന്മ തിന്മകൾ എന്ത് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ. സ്വാഭാവികമായിട്ടും ആ തിരഞ്ഞെടുപ്പും നടക്കുന്നത് അല്ലാഹുവിൻ്റെ തന്നെ സൃഷ്ടിയിലൂടെ തന്നെയാണ് നടക്കുന്നത് എന്ന് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ ഫ്രീ വിൽ ചോയ്സ് നമുക്ക് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഉദിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ തിയോളജിയൻസിനേക്കാൾ കൂടുതൽ സൂഫികളാണ് മുസ്ലിം ലോകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതലായിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് എന്ത് ചെയ്യുന്നത്, അനൽ ഹഖിനെ പോലെയും അല്ലെങ്കിൽ സുബ്ഹാനി മാ അഅ്ലമ ശഅനിയെ പോലെയൊക്കെ അള്ളാഹു ആയി മാറുക എന്നുള്ള തലത്തിലേക്ക് എന്ത് ചെയ്യുന്നത് സൂഫികൾ പുരോഗമിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസാലി ഇമാമൊക്കെ പറയുന്നത് വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അള്ളാഹുവിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റിൻ്റെ അംശം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സ്പിരിറ്റ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ് ഇറാദത്ത്, ഖുദ്റത്ത് തുടങ്ങിയവ. അപ്പോൾ നമുക്കും അതുപോലെ അള്ളാഹുവിൻ്റെ ആ ഇറാദത്തുള്ളതുപോലെ, അള്ളാഹുവിന് ഇറാദത്തുള്ളതുപോലെ നമുക്കും എന്ത് ചെയ്യും, ഇറാദത്തുണ്ട്. അള്ളാഹുവിൻ്റെ വിൽ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വില്ലായിരിക്കും. പക്ഷെ നമ്മുടെ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇറാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജുസ്ഇ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുഖയ്യതായിട്ടുള്ള ഇറാദത്തായിരിക്കും.
നമ്മുടേത് വെറും കോണ്ടിൻജൻ്റ് ആയിട്ടുള്ളൊരു വില്ലാണ്. പക്ഷെ അതിന് കഴിവ് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. എന്നാൽ ആ കഴിവ് നൽകുന്നുണ്ടെങ്കിലും അവിടെ ശരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത് കസ്ബ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അനൽ ഹഖ് എന്നുള്ള തലത്തിലേക്കൊക്കെ. ഈ വില്ലിനെ കുറിച്ച് വല്ലാതെ സംസാരിച്ച ഷോപ്പൻ ഹോവറിനെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ നീഷയെ പോലെയുള്ള എക്കോ ഐ ആൻഡ് മൈ വിൽ ആർ വൺ എന്നുള്ള രീതിയിലേക്കൊക്കെ പിന്നീട് അവസാനത്തിൽ എന്ത് ചെയ്യാണ്, ഞാനും എൻ്റെ വില്ലും ഒന്നാണെന്നുള്ള തരത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എന്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മാറുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നതാണ്. അപ്പോൾ ഫ്രീ വില്ലിൻ്റെ ചർച്ചയിൽ നമ്മൾ തിയോളജിക്കലി അല്ലെങ്കിൽ ലോജിക്കലി നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യുകയാണെങ്കിൽ വല്ലാതെ എന്ത് ചെയ്യും, ആകെ പ്രശ്നത്തിലകപ്പെടുകയും ചെയ്യുന്നത്. ഗസാലി ഇമാമൊക്കെ പറഞ്ഞത് വമ്മാ സിറുൽ ഖദ്രി ഫഖദ് തഹയ്യറ ഫീഹിൽ കതീറുൻ. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച ആളുകളെല്ലാം അതിലാകെ എന്ത് ചെയ്തിട്ടുണ്ട്, ബിവിൽഡഡ് ആയിട്ട് ആകെ അന്തപ്പെടുകയും ചെയ്തിട്ടുള്ളൂ. വഖദ് മുനിഅ മിൻ ഇഫ്ശാഇ സിർരിഹി അൽ മുകാശഫൂൻ. എന്നാൽ അതിനെക്കുറിച്ച് ഉള്ള വിവരം കിട്ടിയ, രഹസ്യജ്ഞാനം കിട്ടിയ ആളുകൾക്ക് അത് പുറത്ത് പറഞ്ഞു കൊടുക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അവരുടേതായ ആ പാതയിലൂടെ സഞ്ചരിച്ച്, സൂഫികളുടെ പാതയിലൂടെ സഞ്ചരിച്ച് സ്വയം അള്ളാഹുവായി മാറുക എന്നല്ല. അള്ളാഹുവായി മാറുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇൻസാനുൽ ഇബ്നു അറബിയെ പോലെ ഇൻസാനുൽ കാമിൽ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റൊക്കെ തന്നെയാണ് നീഷെ വില്ലിനെ കുറിച്ച് സംസാരിച്ച് സൂപ്പർ ഹ്യൂമൻ എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഹ്യൂമൻ വില്ലിനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വില്ലിനെ എന്ത് ചെയ്യുക, പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ശരിക്ക് നമ്മുടെ ഈ ഇറാദത്ത് നമുക്ക് പൂർണ്ണമായും അല്ലാഹു നൽകാത്തതിലൂടെ ഉദ്ദേശിക്കുന്നു. തുടങ്ങി ഒരുപാട് എന്ത് ചെയ്യുക വിഷയങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് കടന്നു പോകുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇനിയും ചർച്ച ചെയ്യാൻ മാത്രം സമയം അവശേഷിക്കുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളും അതുപോലെ തന്നെ മുഅ്തസിലികളും മറ്റ് വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നീട് ഇസ്ലാമിക് തിയോളജി അല്ലെങ്കിൽ എസ്കറ്റോളജി എന്ന് പറയുന്ന നമ്മുടെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അതുപോലെ തന്നെ റിസറക്ഷനെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളും പിന്നെ നമ്മളും ഷിയാക്കളും തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ശറഉൽ അഖായിദ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഈ ഇത്തരം നമ്മുടെ ഗ്രന്ഥങ്ങളെ പുനർവായനകൾ, പുതിയ ചിന്തകൾക്കും അതുപോലെ തന്നെ പുതിയ ഗവേഷണങ്ങളുടെയും വെളിച്ചത്തിൽ അവയെ പുനർവായിക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രിസ്ത്യൻ തിയോളജിയൻസിനെ പോലെയുള്ള വില്യം ലെയ്ൻ ക്രെയിനെ പോലെയുള്ള ക്രിസ്ത്യൻ തിയോളജിയൻസിൻ്റെ വാദങ്ങൾക്ക് വേണ്ടി, നിരീശ്വരവാദികൾക്കുള്ള മറുപടികൾ നൽകാൻ ക്രെയിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഫിസിക്സിനെയും അതുപോലെ തന്നെ, കാരണം ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന് ശേഷമേ അങ്ങോട്ട് കടക്കാവൂ എന്നൊക്കെയാണ് മാവറാ തൊബിയയെക്കുറിച്ച് ഇബ്നു സീനയെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഫലാസഫത്ത് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫിസിക്സിനെ കുറിച്ച്, ഇന്നത്തെ മോഡേൺ ഫിസിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഫിസിക്സിലെ തിയറികൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഫിലോസഫിയെയും അതുപോലെ തന്നെ മറ്റ് തിയോളജിയെയും എല്ലാം സ്വാധീനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ ഇത്തരം മതത്തിന് നേർക്കുള്ള ഫിലോസഫിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.